തെർമോകോൾ കൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന വിമാന മാതൃക തീർത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് മലപ്പുറത്തെ 2 വിദ്യാർത്ഥികൾ. പാണ്ടിക്കാട് കൊടശ്ശേരി ഗൈഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഷാദിലും മുഹമ്മദ് ഹാദിയുമാണ് ഈ വിമാനത്തിന്റെ ശില്പികൾ. രൂപം കൊണ്ട് മാത്രമല്ല കേട്ടോ, നിരത്തിലൂടെ അതിവേഗം നീങ്ങി ടേക്ക് ഓഫ് ചെയ്യും, ആകാശത്ത് വട്ടമിട്ട് പറക്കും, ലാൻഡിങ്, അങ്ങനെ അതിശയിപ്പിക്കുന്നതാണ് ഇവരുടെ ഈ കൊച്ചു വിമാനം. അഷ്കർ അലി കരിമ്പ ആ വിമാനത്തെയും വിദ്യാർത്ഥികളെയും കാണാൻ പോയിരുന്നു. അവിടുത്തെ കാഴ്ചകൾ അഷ്കർ കാട്ടിത്തരും. നമ്മൾ ഈ RC പ്ലെയിന് സാധാരണ ഒരു വിമാനത്തിൻ്റെ സെയിം മെക്കാനിക്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ വീൽസ് മോട്ടർ ഉപയോഗിച്ചല്ല കറങ്ങുന്നത്, പകരം നമ്മൾ ഈ മോട്ടർ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ മോട്ടർ ഇറങ്ങും. അപ്പോൾ ആ ഫോഴ്സേറ്റ് നമ്മൾ വീൽസ് ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് പൊന്തി ടേക്ക് ഓഫായി പോവാം. പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇനി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് പറപ്പിക്കുക എന്നുള്ളതെങ്കിലും എല്ലാവരും ആഗ്രഹമാണ്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ ആ ആഗ്രഹം സാധിച്ച 2 മിടുക്കന്മാരോട് പറയാനുള്ളത്. മലപ്പുറം കൊടശ്ശേരിയിലെ ഗൈഡൻസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. എത്രയിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. പേര്? മുഹമ്മദ് ഷാദിൽ. മുഹമ്മദ് ഹാദി. എനിക്കൊന്ന് ആദ്യം ഹാദിയാണ് ഒന്നൊന്നും ഉണ്ടാക്കുന്നത് അല്ലേ? സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. ഇവിടെ സയൻസ് ഫെസ്റ്റ് നടക്കലുണ്ട് 4 ഗ്രൂപ്പായിട്ട്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ റോബോട്ട് ഉണ്ടാക്കിയിരുന്നു. ആ ടൈമിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വർഷം നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ വർഷം ഉണ്ടാക്കി. അത് തലേന്ന് പിടിച്ചുകൊണ്ട് വിമാനം കത്തി. പിന്നെ അവരോടൊന്ന് സംസാരിച്ചു, നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു. തെർമോക്കോളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനം ഉണ്ടാക്കിയത്? അത് സാധാ തെർമോക്കോളല്ല, HD തെർമോക്കോൾ എന്ന് പറയും. സാധാ തെർമോക്കോളിന് കുറച്ച് സ്ട്രെങ്ത് കൂടിയ വെർഷനാണ്. എത്ര ദിവസം എടുത്തു തന്നെ നിർമ്മിക്കാൻ? ഏകദേശം 3 മാസത്തോളം പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വിമാനം 2 വട്ടം ക്രാഷായി. പല സാധനങ്ങളും എനിക്ക് തോന്നുന്നു പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചതാണ്. ടയർ ഡൽഹിയിൽ നിന്ന് എത്തുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ പല മോട്ടറും ഓൺലൈനിൽ നിന്ന് കിട്ടുള്ളൂ. ഒരു ഷാദിൻ്റെ പിതാവാണല്ലേ? വലിയൊരു നേട്ടമാണ്. അപ്പം വലിയ അഭിമാനകരമായ നേട്ടമാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം. നമുക്ക് സന്തോഷം കൊണ്ട് നമുക്ക് കണ്ണി നിറഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളും മാനേജറും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു കുട്ടികളിൽ എന്ന് പറഞ്ഞു 8, 9 പഠിക്കുന്ന കുട്ടികളൊരു വിമാനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു സ്വപ്നമായിരുന്നു. റിയലി എക്സൈറ്റഡ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഇവർക്ക് വേണ്ടി സ്വന്തമായി ഒരു പരീക്ഷണശാലയ്ക്ക് ഒരു റൂം സജ്ജീകരിച്ചു കൊടുത്തു. രാത്രി ഇരുട്ടോളം അങ്ങനെ ഇരിക്കും. അതുപോലെ ഹോളിഡേയ്സിൽ വന്നിട്ട് ഇങ്ങനെ വീണ്ടും ഇരുന്ന് ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, അതോടൊപ്പം തന്നെ ബേണിംഗ് അംബിഷൻ, പെർസിവറൻസ്, ഇതൊക്കെയാണ് അവർ ഈ ഒരു തലത്തിലേക്ക് ഉയർത്തിയത്. ഒരുപക്ഷെ നമുക്കൊക്കെ ഇതിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇവർ സ്വന്തമാക്കിയ നേട്ടത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അത് ഈ പരിശ്രമം ഇനിയും തുടരട്ടെ എന്നാണ് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. നമ്മുടെ നാടിന്റെ അഭിമാനമായ ആ മക്കൾ മാറട്ടെ.